കാണാൻ കഴിയുകയാണ്. അന്നും ഈ ഗ്രാമങ്ങളിൽ കുടിക്കാനുള്ള വെള്ളം വളരെ കുറവായിരുന്നു. ഇനിയും അവിടെ മഴ കൂടിയിട്ടും അവിടെ കുടിക്കാനുള്ള അത്രയും പ്രോബ്ലം ഇല്ലെങ്കിലും ഒരു മെയ് ഏപ്രിൽ മാസത്തിലൊക്കെ ഈ വെള്ളത്തിന് വേണ്ടി നാട് നടക്കണം. പക്ഷെ ഇവിടെ കുറച്ചുകൂടി റെയിൻ ഒക്കെ ഉണ്ടല്ലോ, ഇറ്റ്സ് എ ട്രോപ്പിക്കൽ ക്ലൈമറ്റ്, വി ആർ ഗെറ്റിംഗ് ലോട്ട് ഓഫ് റെയിൻസ്. അതെ, പക്ഷെ വെള്ളം മുഴുവൻ കടലിൽ പോകും. അത് വേറെ കാര്യം, അത് ഞാൻ പറയാം. അപ്പോൾ അവിടെ വെള്ളത്തിൻ്റെ പ്രശ്നം ഇനിയും ഉണ്ട്. ലൈറ്റും ഇലക്ട്രിസിറ്റിയും ഒക്കെ നമ്മൾ ബീക്കാനേർ പോലുള്ള സ്ഥലത്തിൽ ഒരു 5-6 മണിക്കൂർ, ഒരു 3-4 മണിക്കൂറൊക്കെ പകല സമയത്തിന് അത് നമ്മളെ കാണുന്നില്ല. അത് ഇങ്ങനെ അത് ഇവിടെയൊക്കെ കട്ടൊക്കെ ഉണ്ടെങ്കിൽ നേരത്തെ ന്യൂസ് പേപ്പറിൽ തന്നെ ഒക്കെ സമയമൊക്കെ വരും. അവിടെ അങ്ങനെ ഒന്നുമില്ല. പിന്നെ കുട്ടികൾ സ്കൂളിൽ പോകുന്ന എണ്ണം കൂടിയിട്ടുണ്ട്, പക്ഷെ നമ്മൾ വിചാരിച്ച പോലെ ഇല്ല. പിന്നെ പെൺകുട്ടികൾ സ്കൂളും കോളേജുകളിലേക്ക് പോകുന്ന വളരെ കുറവാണ്. പക്ഷെ രാജസ്ഥാനെ കുറിച്ചൊക്കെ പഴയൊരു ഹിസ്റ്ററിക്ക് ഇത് വെച്ച് നോക്കുമ്പോഴേ, ഇപ്പോൾ രജപുത്സ് അവരൊക്കെ വെരി സ്ട്രോങ് വാറിയേഴ്സ്, ഭയങ്കര ബോഡി ബിൽറ്റും, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ പോസിറ്റീവായിട്ട് പറയാറുണ്ട്. പോസിറ്റീവായിട്ട് അവർ ചെയ്തു. പക്ഷെ അവരും എഡ്യൂക്കേഷനിൽ നിക്ഷേപം ഒന്നും ചെയ്തിട്ടില്ല. അത് കേരളം ചെയ്തിട്ടില്ല. 1947 മുമ്പ് ബിക്കാനേർ സംസ്ഥാനത്തിൻ്റെ എഡ്യൂക്കേഷനിൽ നിക്ഷേപം 1% ഈ രാജാക്കന്മാർ ചിലപ്പോൾ ആളുകൾ കൂടുതൽ പഠിച്ചാൽ ചിലപ്പോൾ അവരോട് തന്നെ അവർ ചിലപ്പോൾ എടുത്ത് കളയുമെന്ന് പറഞ്ഞിട്ട് ഒരു പേടിയൊക്കെ ആയിരിക്കാം. അവർ എഡ്യൂക്കേഷനിലൊക്കെ നാട്ടുകാരെ മുന്നോട്ട് കൊണ്ടുവരാനുള്ള പ്രവർത്തനങ്ങൾ വളരെ കുറച്ചായിരുന്നു. 1% ഇൻവെസ്റ്റ്മെൻറ്റ് ഇൻ എഡ്യൂക്കേഷൻ. ഇപ്പോൾ കേരളത്തിൽ ഇപ്പോൾ രാജഭരണത്തോടൊന്നും വലിയതില്ല, കൂടുതലും ജനാധിപത്യം, ഇപ്പോൾ കമ്മ്യൂണിസം, കോൺഗ്രസ് ഒക്കെയാണ്. അതേസമയം രാജസ്ഥാനിൽ ഇപ്പോഴും അവിടുത്തെ രാജകുടുംബങ്ങൾക്ക് പൊളിറ്റിക്കൽ ഇതിൽ ഭയങ്കരമായിട്ടുള്ള സേ ഉണ്ട്. ഇപ്പോൾ വസുന്ധരാജ അല്ലെങ്കിൽ മറ്റേ മറ്റ് സച്ചിൻ പൈലറ്റ്, എല്ലാവർക്കും ഒരു രാജകീയ പരിവേഷമുണ്ട്. അതെന്താണ് സാധാരണക്കാരായ ജനങ്ങൾ അത് വളരെ കുറച്ചേ ഉള്ളൂ. മാറിയോ? കുറച്ചേ ഉള്ളൂ. അവരുടെ വലിയ സ്റ്റേറ്റ് 5 സ്റ്റേറ്റ് ആയിരുന്നു. രാജസ്ഥാൻ, ബിക്കാനേർ, ജയ്പൂർ, ജോധ്പൂർ, കോട്ട, പിന്നെ അൽവർ. അവരുടെ കഴിഞ്ഞ 50 വർഷത്തിൻ്റെ സ്വാതന്ത്ര്യ ശേഷമുള്ള ഈ രജവാടകളിൽ നിന്ന് എത്ര ആളുകൾ MLA ആയിട്ടോ അല്ലെങ്കിൽ MP ആയിട്ടോ വന്നോ നോക്കുകയാണെങ്കിൽ വളരെ കുറച്ച് ആളുകൾ, ഒരു 5-6 ആൾ മാത്രമേ. പക്ഷേ പ്രധാനപ്പെട്ട മുഖ്യമന്ത്രി പോസ്റ്റിലൊക്കെ വരുന്ന ആൾക്കാർ, മുഖ്യമന്ത്രി പോസ്റ്റിൽ വന്നാണെങ്കിലും വളരെ അത് മിസ്സസ് വസുന്ധര രാജേ സിന്ധ്യ ഈസ് ഓൺലി ആൻ എക്സെപ്ഷൻ. വേറെ ആരുമില്ല. അല്ല, അപ്പോൾ കേരളം ഇപ്പോൾ ഈ കാര്യത്തിലൊക്കെ വളരെ മുമ്പിലാണെന്നാണ് താങ്കൾ പറയുന്നത്? മുമ്പിലാണ്, പക്ഷെ നമ്മളിപ്പോൾ ശ്രദ്ധിക്കാനുള്ള സമയം കഴിഞ്ഞിരിക്കുന്നു. അത് താങ്കൾ പറഞ്ഞ പോലെ 8 മാസം വെള്ളം, നമുക്ക് 8 മാസം മഴ ഉണ്ടായിട്ടും ഞാൻ കമ്മീഷണറായിട്ട് SP ആയിട്ട് ഇരിക്കുമ്പോൾ നമ്മൾ വൈപ്പീനിൽ വെള്ളമില്ല കുടിക്കാൻ വെള്ളമില്ല പറഞ്ഞിട്ട് ദിവസേന എൻ്റെ കലക്ടറേറ്റിന് മുമ്പിൽ ധർണ ഉണ്ടായിരുന്നു. അതും 20 വർഷം മുമ്പ്, 96-ല്. അപ്പോൾ നമ്മൾ വെള്ളം, അപ്പോൾ ഞാൻ അന്ന് തന്നെ പറഞ്ഞതാണ്, നമ്മുടെ ഈ വെള്ളത്തിൻ്റെ കൂടുതൽ വെള്ളം അവിടെ കിട്ടുന്നതുകൊണ്ട് നമ്മൾ കേരളീയർക്ക് അതിൻ്റെ ഒരു മഹത്ത മനസ്സിലാവുന്നില്ല എന്ന് തോന്നുന്നു. ഇല്ലെങ്കിൽ ആ വെള്ളം നമ്മൾ ശേഖരിക്കണം. ആര് പറഞ്ഞു കേട്ടു, ഒരു സയൻറ്റിസ്റ്റ്, ജേക്കബ് തോമസ്, ഒരു സയൻറ്റിസ്റ്റാണ്, അഗ്രികൾച്ചറിസ്റ്റാണ്. പുള്ളി പറയുന്നത് എവിടെയും കേരളത്തിൽ എവിടെ വെള്ളം പെയ്താലും 1 മണിക്കൂറിൽ ആ വെള്ളം തൊട്ടടുത്തുള്ള കടലോ ഇല്ലെങ്കിൽ ആ കനാലോ ഇല്ലെങ്കിൽ നമ്മുടെ പുഴയിലേക്ക് പോവുകയാണ്. ശേഖരത്തിന് സംവിധാനത്തിൻ്റെ ഒട്ട ഉദാഹരണം ഞാൻ പറയാം. ഒരു ദിവസം ഞാൻ നമ്മൾ വണ്ടിയിൽ ഈ വെള്ളം ശേഖരിക്കാതെ പറഞ്ഞ അർത്ഥം എന്താണെന്ന് തോന്നുന്നു. അതിന് ഒരു വലിയ വ്യവസ്ഥ ഒന്നും ചെയ്യേണ്ട. നമ്മുടെ വീട്ടിൽ അകത്ത് നമ്മൾ പെയ്ത വെള്ളം നമ്മൾ വീട്ടിൽ പുറത്ത് പോകാൻ പാടില്ല, അത്ര ഉള്ള കാര്യം. അതിനൊരു വലിയ ഇതൊരു റോക്കറ്റ് സയൻസ് ഒന്നുമില്ല. പക്ഷേ നിങ്ങൾ ഇവിടെ പേരൂർക്കട ജംഗ്ഷനിൽ നിന്ന് കോട്ടയം വരെ ഒന്ന് പോകുമ്പോൾ 2 സൈഡിൽ നിങ്ങൾ വീടുകൾ നോക്കുക. ഞാൻ ഒരു ദിവസം നോക്കിയതാണ്, 4 മണിക്കൂർ എടുത്തു. ഞാൻ ഒറ്റ വീടിൽ പറഞ്ഞു വെച്ചാൽ നോട്ട് എ സിംഗിൾ ഹൗസിൽ എല്ലാ വീടുകളിലും ഇവർമാരെല്ലാം ടൈൽസ് വെച്ചിരിക്കുകയാണ്. ടൈൽ വെച്ച വീട്ടിൽ എങ്ങനെ വെള്ളം പുറത്ത് വന്ന് ഡ്രെയിനേജ് വഴി പുറത്ത് വന്ന് അവിടെ കടന്നു പോകുന്നല്ലേ ഉള്ളൂ. ടൈൽ മാത്രം വെക്കാതെ ഇരുന്നാലും നമ്മുടെ ഒരു 50% വെള്ളം നമ്മുടെ ഭൂമിയുടെ അടിയിൽ പോവും. വാട്ടർ ലെവൽ മുകളിൽ വരും. പിന്നെ എവിടെ കിണർ നമുക്ക് കുഴിച്ചാൽ നമുക്ക് ഈസി ആയിട്ട് വെള്ളം കിട്ടും. അത് നമ്മളൊന്നും ചെയ്തില്ല. ഇങ്ങനെ ചെയ്യുമ്പോൾ സാധാരണക്കാരായിട്ടുള്ള ആൾക്കാർ താങ്കളെ സപ്പോർട്ട് ചെയ്യുകയും
ഇപ്പോൾ ഫിലിം സ്റ്റാർസ് തന്നെ സൂപ്പർ സ്റ്റാർ എന്നൊക്കെ വിളിക്കുകയൊക്കെ ചെയ്യുമ്പോൾ ഫീൽ? അത് അവരുടെ ഒരു വലിയ മനസ്സാണ്. അതുകൊണ്ടാണ് ശ്രീ മോഹൻലാലിൻ്റെ അത് നമ്മൾ പിന്നെ സുരേഷ് ഗോപിയാണ് എപ്പോഴും സംസാരിക്കുക. സുരേഷ് ഗോപി അതുപോലെ തന്നെ പറഞ്ഞിരുന്നു. അത് ദാറ്റ് ഈസ് ഐ എം താങ്ക്ഫുൾ ടു ദം. നമ്മൾ ചെയ്ത പണിയിൽ അവർ അംഗീകരിച്ചല്ലോ. പിന്നെ നാട്ടുകാർക്ക് എപ്പോഴും നന്മ ഉണ്ടാവും. കാരണം അവർക്ക് എന്തെങ്കിലും അവർക്ക് വേണ്ടി നാട്ടുകാർ ഒരു പ്രാവശ്യം മനസ്സിലായാൽ ഹെൽമെറ്റിൻ്റെ ആദ്യമായി നമ്മൾ ചെയ്യുമ്പോൾ ചെറിയ എതിർപ്പൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ഞാൻ പറഞ്ഞു അത് നിയമമാണ്, താങ്കൾക്ക് ജീവിതം രക്ഷിക്കാൻ വേണ്ടിയാണ്. അവർക്ക് മനസ്സിലായി, അവരെല്ലാം വെക്കാൻ തുടങ്ങി. നാട്ടുകാർ നിന്നെ നല്ല കാര്യത്തിന് വലിയ ഒരിക്കലും എതിർപ്പൊന്നും ഉണ്ടാവില്ല. ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് താങ്കളുടെ പോലീസ് കാഡറിലാണ് ഉദയകുമാർ. ഇന്ത്യൻ വോളിബോൾ ടീമിൻ്റെ ക്യാപ്റ്റനായിരുന്നു. ഏഷ്യാഡിൽ വിൻ ചെയ്ത മെഡൽ നേടിയ ടീമിലെ വൺ ഓഫ് ദ ബെസ്റ്റ് പ്ലെയർ ആയിരുന്നു. ഗവർണർ ADC ആയിരുന്നു. നന്നായിട്ട് ഫിസിക്ക് നോക്കുന്ന ഒരാളായിരുന്നു. എന്തുകൊണ്ടാണ് സാധാരണ വ്യായാമം ചെയ്യാത്ത ആൾക്കാർക്കൊക്കെയാണ് ഹാർട്ട് അറ്റാക്ക് വരുന്നത്? ഇന്ന് രാവിലെ വരെ സംസാരിച്ചുകൊണ്ടിരുന്ന ആൾ പെട്ടെന്ന് മരിച്ചു പോകുന്നു. താങ്കൾ വളരെ അടുത്ത സുഹൃത്താണ്. ഇത് വിശ്വസിക്കാൻ പറ്റില്ല, നമ്മുടെയൊക്കെ സുഹൃത്താണ്. വിശ്വസിക്കാൻ പറ്റില്ല. ഞാനിപ്പോൾ അദ്ദേഹത്തിൻ്റെ വീട്ടിൽ പോയിട്ട് വരികയാണ്. ഇപ്പോൾ അതൊരു ഇതിപ്പോൾ നമ്മളിപ്പോൾ ജീവിക്കുന്ന ഒരു പുതിയ കാലത്തിനാണ്. ഇപ്പോൾ ഒന്നും പറയാനാവുന്നില്ല. താങ്കളിപ്പോൾ പറഞ്ഞല്ലോ ഈ എക്സർസൈസ് ചെയ്യാതെ ഇരുന്ന ആളുകൾക്കാണ് ഇതൊക്കെ പറഞ്ഞത്. അതും ശരിയല്ല. പിന്നെ നന്നായിട്ട് എക്സർസൈസ് ചെയ്യുന്ന ആളുകളും ഈ ഉദയകുമാർ പറയുന്നതിന് ഇന്ന് രാവിലെ 1.5 മണിക്കൂർ നന്നായിട്ട് ഷട്ടിലൊക്കെ കളിച്ച് വീട്ടിൽ വന്ന് ഡ്യൂട്ടിയിൽ പോയ ആളാണ്. ഇയാൾക്ക് ഇങ്ങനെ ഒരു ഹൃദയത്തിന് ഈ ഹാർട്ടിനെ സംബന്ധിച്ച് ഒരു പ്രോബ്ലം ഇതിന് മുമ്പ് ഞാൻ മനസ്സിലാക്കുന്നത് ഇതുപോലെ ഒരു റിപ്പോർട്ട് ചെയ്തിട്ടില്ല. പിന്നെ ഞങ്ങളിപ്പോൾ പോലീസിലായതുകൊണ്ട് എല്ലാ വർഷം ഞങ്ങൾ നിർബന്ധമായിട്ട് ഞങ്ങളൊക്കെ പോയി ഈ മാർച്ച് മാസത്തിൽ പോയി ഞങ്ങളുടെ ACR കൂടെ ഞങ്ങൾ എല്ലാം മുഴുവൻ ചെക്കപ്പ് ചെയ്തിട്ട് ആ റിപ്പോർട്ടും കൂടെ അയക്കാൻ ഞങ്ങളുടെ ബാധ്യസ്ഥനാണ്. ഞാൻ ഒരു കഴിഞ്ഞ 8 വർഷമായിട്ട് ഒരു കറക്റ്റായിട്ട് എല്ലാ കാര്യങ്ങളും ഈ ഹാർട്ടും ഈ ലിവറും പിന്നെ ബാക്കി എല്ലാം ഫങ്ഷൻ നോക്കി റിപ്പോർട്ട് അയക്കുന്ന ആളാണ് ഞാൻ. ഓടാനും പോയി. അതും നമ്മുടെ ഹാഫ് മാരത്തോൺ നമ്മൾ കഴിഞ്ഞു. എന്നിട്ടും എനിക്ക് ഒരു എൻജിയോപ്ലാസ്റ്റി ചെയ്യേണ്ടി വന്നല്ലോ. അപ്പോൾ ഇതിനകത്ത് നിങ്ങൾ ഫിറ്റ് ആണെങ്കിലും നിങ്ങൾക്ക് ഒന്നും സംഭവിക്കില്ല എന്ന് പറയാൻ പറ്റില്ല. ദാറ്റ് ഈസ് ദ പോയിന്റ്. പാരമ്പര്യം അത് മാത്രം ഞാൻ നോക്കിയില്ല. എൻ്റെ ഉണ്ട്. ഹെറിഡിറ്ററി ഫാക്ടർ കൊണ്ട് മാത്രമേ ഡോക്ടർ പറഞ്ഞു അതുകൊണ്ട് മാത്രമേ ഹെറിഡിറ്ററി ഫാക്ടർ ഉണ്ടായാൽ താങ്കളുടെ അച്ഛൻ്റെ ഹാർട്ടിൻ്റെ പ്രോബ്ലം ഉണ്ടായിരുന്നെങ്കിൽ താങ്കൾ എത്രയും ഫിറ്റ് ആയാലും താങ്കൾക്ക് ആ പ്രോബ്ലം ഉണ്ടായിരിക്കും. അതാണ് ഡോക്ടർ പറയുന്നത്. പക്ഷേ ഉദയകുമാറിന്റെ കാര്യത്തിൽ ആയിരിക്കും, നമുക്കിപ്പോൾ അറിയില്ലല്ലോ. അവർ അച്ഛന്മാരുടെ ആ പ്രോബ്ലം ഉണ്ടായിരുന്നാണെങ്കിൽ ഇതിനുണ്ടായിരിക്കും. അല്ല, അമേരിക്കൻ സ്റ്റഡീസ് തന്നെ പറയുന്നത് ഇന്ത്യൻസ് ആർ മോർ, നമ്മുടെ ഡ്രവിഡിയൻ റേസിലൊക്കെ പെട്ട ഇന്ത്യൻസ് ആർ മോർ പ്രോൺ ടു ഹാർട്ട് അറ്റാക്ക് എന്ന് ഒരു ഇന്റർനാഷണൽ സ്റ്റഡി തന്നെയുണ്ട്. അമേരിക്കൻസിൻ്റെ ചില കാര്യത്തിൽ ഞാൻ പറഞ്ഞില്ല, അവർക്ക് പ്രോബ്ലംസ് ഉണ്ട്. ഹെൽത്ത് ഈസ് ഓൾസോ എ പ്രോബ്ലം. 70% അമേരിക്കൻസ് ഫിറ്റല്ല. അവരൊക്കെ പോയി നോക്കിയാലേ മനസ്സിലാവുള്ളൂ. അവർ വലിയ വെയിറ്റൊക്കെ വെച്ചിട്ട് ഇങ്ങനെ നടക്കുകയാണ്. പക്ഷെ അവർക്ക് അതാണ് അവരുടെ ജീൻസിൽ നമ്മൾക്ക് ഇവിടെ ഉണ്ടാവുന്ന ചില രോഗങ്ങൾ അവിടെ ഇല്ല. ഈ പോലീസിലെ സ്ട്രെസ്സും ഇതിനൊരു കാരണമാവില്ലേ? കാരണം പോലീസ് ഡിപ്പാർട്ട്മെന്റ് എന്ന് പറയുന്നത് ഹൈലി സ്ട്രെസ്സിന്റെ ജോലിയാണ്. അത് നമ്മൾ ഡിപ്പെൻഡ്സ് ഓൺ us. നമ്മൾ എത്രത്തോളം നമ്മൾ ആ സ്ട്രെസ് നമ്മൾ തന്നെ ചെയ്യാൻ നോക്കുന്നു, അല്ല നമ്മൾ എത്രത്തോളം നമ്മൾ സ്ട്രെസ് നമ്മൾ എടുക്കുന്നു എന്നാണ് നമ്മുടെ പ്രശ്നം. അവൻ നമ്മളെ പോലെ നമ്മൾ ഓരോ കാര്യങ്ങൾ ഓഫീസർമാർ ഒരുപാട് കാര്യം പറയുന്നു, ചെയ്യാതെ ഇരിക്കാൻ നിവൃത്തിയില്ല, ചെയ്താൽ കുഴപ്പമുണ്ടാവും, ഇങ്ങനെയൊക്കെയുള്ള ഒരു സ്ട്രെസ് എടുത്തിട്ട് നടക്കുന്നവർ ഇഷ്ടംപോലെ ആളുകളുണ്ട്. പക്ഷെ നമ്മൾ ആ രീതിയിൽ സ്ട്രെസ് നമുക്ക് എടുക്കാൻ പാടില്ല. നമുക്ക് ഏത് ഒരു കാര്യം പറയുമ്പോൾ അത് ചെയ്യാൻ പാടില്ല, അപ്പോൾ തന്നെ പറഞ്ഞാൽ മതി, ചെയ്യാൻ പാടില്ല. നമ്മളെ സ്ട്രെസ് ഒന്നുമില്ല, അല്ലേ? വളരെ ഓപ്പണായിട്ട് പറഞ്ഞാൽ മതിയല്ലോ. പക്ഷേ ഇങ്ങനെ ഒരു നോ പറയാൻ ഒരു പരിധി വരെ പോലീസിന് പറയാൻ പറ്റുള്ളൂ. ചില ആളുകൾക്ക് അത് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അവരങ്ങനെ സഹിക്കും. യു സി, ഞങ്ങളൊരു സ്റ്റഡി നടത്തിയിട്ടുണ്ട്. അതായത് സിവിൽ സർവീസിൽ നിന്ന് അതായത് സെക്രട്ടേറിയറ്റിൻ്റെ ജോലിയൊക്കെ ചെയ്യുന്ന ആളുകൾ, റിട്ടയർ ചെയ്യുന്ന ആളുകൾ, അവർ കൂടുതൽ സമയമാണ് അവർ ജീവിക്കുന്നത്. പക്ഷെ പോലീസിൽ നിന്ന് റിട്ടയർ ചെയ്ത ആളുകൾ എത്രയും കൂടുതൽ ജീവിക്കുന്നില്ല. അത് നിങ്ങൾക്ക് മനസ്സിലാക്കാം. ശ്രീ ഋഷായ് സിംഗ് ഹൃദയം തുറന്ന് സംസാരിക്കുകയായിരുന്നു. തൻ്റെ ഔദ്യോഗിക ജീവിതത്തെക്കുറിച്ച്, ഔദ്യോഗികമായിട്ടുള്ള പ്രവർത്തനങ്ങളെക്കുറിച്ച്,
കുടുംബത്തെക്കുറിച്ച്, രാജസ്ഥാനിൽ നിന്ന് കേരളത്തിലേക്ക് വന്നതിനെക്കുറിച്ച്, വൈദ്യുതി മേഖലയെക്കുറിച്ച്, റോഡ് സേഫ്റ്റിയെക്കുറിച്ച്, ഒപ്പം തൻ്റെ സഹപ്രവർത്തകൻ്റെ പെട്ടെന്നുള്ള വിയോഗത്തിലുള്ള ദുഃഖത്തെക്കുറിച്ച് ഇതെല്ലാം പറഞ്ഞ് അദ്ദേഹം ജീവിതത്തിൽ സംസാരിക്കാൻ ബുദ്ധിമുട്ടുണ്ടായിരുന്നൊരവസ്ഥയിൽ നിന്ന് കടന്നു വന്ന് കേരളത്തിലെത്തി കേരളത്തിലെ മലയാളം പാട്ടുകൾ പോലും പാടുന്ന അവസ്ഥയിലേക്ക് എത്തിയത് കഠിനാധ്വാനം കൊണ്ടും കാര്യങ്ങൾ നേടണമെന്നുള്ള ദൃഢപ്രതിജ്ഞ കൊണ്ടുമാണ്. ഇതൊരു പക്ഷേ ഒരുപാട് പേർക്ക് ജീവിതത്തിലൊരു മാതൃകയും പ്രോത്സാഹനവുമാവും എന്നറിഞ്ഞുകൊണ്ട് തന്നെ ഈ സ്ട്രെയിറ്റ് ലൈൻ അങ്ങനെയുള്ള എല്ലാവർക്കും വേണ്ടി സമർപ്പിച്ചുകൊണ്ട് നിർത്തുന്നു. ശ്രീ ഋഷായ് സിംഗിന് പ്രത്യേകം നന്ദി. താങ്ക് യു.